ആശുപത്രിയിലെ തീപിടുത്തത്തിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിന് പോയ ഫയർഫോഴ്സിന് വഴി നൽകാത്ത സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോടന്തുരുത്ത് സ്വദേശി സുജിത്തിനെതിരെയാണ് കേസെടുത്തത്. വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് പട്ടണക്കാട് പോലീസാണ് കേസെടുത്തത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയായിരുന്നു പോലീസ് നടപടികൾ? സിധു, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ തുറവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്ന ഫയർഫോഴ്സിന്റെ വഴി നൽകാതെ 10 മിനിറ്റോളം തുറവൂർ ദേശീയപാതയിൽ വഴി തടസ്സപ്പെടുത്തുകയായിരുന്നു ഈ കാർ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ വാർത്ത നൽകിയതാണ്. ഇപ്പോൾ ഏതായാലും ഈ വാഹനം ഓടിച്ച ആൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. പട്ടണക്കാട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കുത്തിയതോട് കോടന്തുരുത്ത് വൈകുണ്ഠത്തിൽ സുജിത്തിനെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. ഇയാൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഈ കേസ് എടുത്തിരിക്കുന്നത് പ്രകാരം മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴയിലെ SHOയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും വലിയൊരു ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഒരു പൗരനും ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ചും ഒരാൾക്ക് കാര്യമായി പൊള്ളലേൽക്കുകയും അയാൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1 കോടി രൂപയുടെ അധികം നാശനഷ്ടം വന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടേക്ക് പോവുകയായിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ വാഹനമാണ് തടഞ്ഞത്. പിന്നീട് ഉദ്യോഗസ്ഥർ കയർക്കുമ്പോൾ പോലും ഇയാൾ വഴിമാറ്റാൻ അല്ലെങ്കിൽ വാഹനം ഒന്ന് മാറ്റി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഏതായാലും ശക്തമായുള്ള പ്രതിഷേധം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദൃശ്യങ്ങളായിരുന്നു. അതിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സേതു.